ഹലോ, എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ബീക്കൊണ്ടിരിക്കുന്നു എണ്ണയപ്പം. പിന്നെ അത് കഴിഞ്ഞാൽ മിനിറ്റിന് എന്തെങ്കിലുമൊക്കെ നല്ല ബീക്കൊണ്ടിരിക്കുന്നു. അടുക്കളയിൽ കുറച്ച് പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ അതവിടെ ഉണ്ടായിരുന്നു, ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനതിങ്ങനെ വെറുതെ ഇരിക്കല്ലേ പറഞ്ഞിട്ട് ഇങ്ങനെ ചതച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാ എന്നെ കൊടുക്കാനുള്ള അല്ലല്ല, അതൊന്നുമല്ല. ഇന്ന് ചെറിയൊരു പരിപാടിയാണ്. അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങൾ തരും, അത് നീ എന്താന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ കണ്ണടക്കണ്ട, കണ്ണ് കെട്ടും. എന്നിട്ട് ഞാൻ അതെങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടാണ് എങ്ങനെയാണ്? അതേപോലെ കഴിക്കേണ്ട സാധനം തന്നെയാണ്. അതല്ലേ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? അത് നീ കൈ കൊണ്ട് ആദ്യം തൊട്ട് കണ്ടുപിടിക്കുക. അതെന്താണെന്ന് അറിയാം. എന്നിട്ട് എന്നെ കൊണ്ട് പറ്റും തോന്നുന്നോട്ടാ. ശരി, അത് ചെയ്ത എന്താണ് സംഭവം? ചെയ്ത് കഴിഞ്ഞു എനിക്ക് എന്തെങ്കിലും ഗുണം എന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് അത് ഏതാണെന്ന് വെച്ചാ ബാക്കിൽ ഒരുത്ത എത്തി നോക്കിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ പോയിട്ട് എവിടെ നിന്നാണ് വെച്ചാൽ അത് കഴിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഒറ്റ ഫുഡ് കിട്ടാ. അത് ഏതാണെന്ന് വെച്ചാൽ എനിക്ക് ഫ്രൈഡ് ചിക്കൻ. നീ വിൻ ചെയ്ത് വെച്ചാൽ എനിക്ക് ഫ്രൈഡ് ചിക്കൻ ഞാൻ മേടിച്ചു തരും. അപ്പൊ വിൻ ചെയ്തില്ല വെച്ചാൽ എനിക്ക് മേടിച്ചു തരണം. ഓക്കെ അല്ലേ? എന്നാലും പരിപാടി സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് തുടങ്ങാം. അപ്പൊ ഇവിടെ ഇരിക്കും. എന്താണാവോ പരിപാടി ഒപ്പിക്കാൻ പോണെന്ന് ഒരു പിടി ഇല്ലാലോ. അന്നത്തെ പോലെ എന്തെങ്കിലും ആകോ? ഒന്നും ആവില്ല. അപ്പൊ തുടങ്ങാം അല്ലേ? കുറച്ച് വെള്ളം കുടിക്കട്ടെ, ടെൻഷനായി. കുടിച്ചോ? പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇനി അത് കാണാൻ പറ്റില്ല. എന്താ സംഭവം? ഇപ്പൊ കറുത്ത ഇതാകുമ്പോ എനിക്ക് കാണാനും പറ്റില്ല. അപ്പൊ നീ തൊട്ട് നോക്കിയിട്ട് ഉള്ള സംഭവല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. എന്തൊക്കെയാണോ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സിമ്പിൾ കേസാണ്, എനിക്ക് മനസ്സിലാവും. കാണില്ല, സൗണ്ട് കേൾക്കുന്നില്ല. കാണും. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. കഴിക്കണ്ട കേട്ടാ, അങ്ങനെ തന്നെ വെക്കി. കെട്ട് ലൂസാക്കൊന്നും ചെയ്യണ്ട. ഇല്ലല്ല, എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കാൻ പോകണം. കറക്റ്റ് ആണെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ മാറ്റി വെക്കുക. ഓക്കെ. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്താ നോക്കിയോ? സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഫ്രണ്ട്സ്. ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിൾ സാധനം. അതന്നെ, അതൊക്കെ സിമ്പിൾ സാധനം. അതെന്താണ് പറയും? മണക്കാൻ പറ്റുമോ? നിന്റെ ഇഷ്ടം പോലെ, കുഴപ്പമില്ല. 1-2 സാധനം മണത്തറിയും. തണ്ണിമത്തൻ തിന്നിട്ടാണ് പറഞ്ഞത്. തിന്നൂലേ, സോറി. മണത്തപ്പോ മനസ്സിലായി, തണ്ണിമത്തനാണ് കേട്ടാ. ഇതിലും മണമുണ്ട് അല്ലേ? അപ്പൊ ഒരെണ്ണം കണ്ടില്ലേ? ഓക്കെ, അപ്പൊ ആ സാധനങ്ങൾ ഐറ്റംസ് മാറ്റി വയ്ക്കാം. ഞാൻ അടുത്തുണ്ട് കേട്ടാ. ഒരെണ്ണത്തിലേ ജയിച്ചിട്ടുള്ളൂ. എന്റെ സാധനങ്ങളുണ്ട്. 10 ഐറ്റംസ് ഉണ്ട് കേട്ടോ. അല്ലേ, 10 ഉണ്ട്. അത് മണക്കാലറിയുമ്പോ മണക്കണതിന് മുമ്പ് ഏകദേശം ഡിസൈനൊക്കെ കാണുമ്പോ തക്കാളി പോലെയുണ്ട്. തക്കാളി പുളിവുകളുണ്ട്. പക്ഷെ അതില് കുരുവൊക്കെ കാണുന്നുണ്ടോ? അയ്യോ, തക്കാളി പുളിവുകളുണ്ടാവും അമർത്തുമ്പോ തന്നെ. ഇതെന്താണ്? നോക്കിയോ? കൊയ്യാക്ക. എന്താ കൊയ്യാക്ക? പേരിക്ക. അത് ഞങ്ങളുടെ ഇവിടെ കൊയ്യാക്കാന്ന് പറയാട്ടാ. അടുത്ത നോക്ക്. ഇതെന്താണ്? മാവ് പോലെ പൊടിഞ്ഞു പോണു. ഇത് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നും അല്ല തോന്നുന്നത്. ഓ, എന്തത് പൊടിഞ്ഞും പോണ്ട്. മറ്റേ പച്ചമാവാണോ? പച്ചമാവ്. പക്ഷെ ഇത് കല്ല് പോലെ ഇരിക്കണു. മണം കിട്ടില്ല. ഇത് കല്ലാണ് അല്ലേ? അല്ല, ഇത് നോക്ക്. വെള്ളാരങ്കല്ലേ, അത് ഡിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ കോണാക്കിട്ട്. ഇത് കല്ല് പോലെ ഉണ്ട്. ഒന്നും പൊട്ടുന്നില്ല, പക്ഷെ പൊടിഞ്ഞു വല്ല മണ്ണാണോ? ഏത് കല്ല് കൊണ്ടുവന്ന് തന്നതാണ് തോന്നുന്നത് എനിക്ക്. അപ്പൊ ഇത് പോറ്റൂലേ? അപ്പൊ അത് മാറ്റി വെക്കും. എവിടെ വെക്കുന്നേ? ശരി. ഇനിയൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അത് സിമ്പിൾ സാധനമല്ലേ, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും.
മറ്റേ കേട്ടാ കണ്ടുപിടിക്കാൻ മണക്കാല്ലേ? ആ എന്താണ് ഉള്ളി, ചെറിയ ഉള്ളി. ചെറിയ ഉള്ളിയാണ് ഇത്ര പെട്ടെന്ന് മനസ്സിലായി. അത് ഉള്ളിന്റെ ശരിക്കും ഒരു മണം ഉണ്ടല്ലോ നമ്മള്. അപ്പൊ സബോളയാണെങ്കിൽ മണം കിട്ടില്ലേ? അപ്പൊ ഉള്ളിയാണ് മനസ്സിലായി. മതി മതി ഉള്ളി. ഇതെന്താ സാധനം? ഇതുപോലത്തെ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. നല്ല ഇങ്ങനെ ആയിട്ടുള്ളത് മണക്കല്ലേ അല്ലേ? അത് മണത്താ പിന്നെ പെട്ടെന്ന് കിട്ടും. അതെങ്ങനെ മണത്താ? അയ്യേ ഇത് മണം വരില്ലല്ലോ. മണം വരില്ലല്ലോ, അതെനിക്ക് അറിയാലോ. ഇത് മറ്റേ പച്ചമുളകിന്റെ ചെറുതാണിത്. ഉണ്ടമുളക്. അപ്പൊ അതും പോയി, മാറ്റി വയ്ക്കി. അപ്പൊ ആ സെക്ഷനെ മാറ്റി വയ്ക്കണം. ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. 3 ഐറ്റം ഉള്ളൂ, അല്ല 4 ഐറ്റം. അത് കണ്ടുപിടിക്കാനേ പറ്റില്ല, ടാസ്ക്കാണ്. ഇതെന്താണ് വെള്ളം? അതാ വെള്ളം. അത് തക്കാളിയാണ് കേട്ടാ. സിമ്പിൾ സാധനം കൊണ്ട് അപ്പളെ മറ്റേ പേരിക്കിനെ കൊണ്ടുപോയിട്ട് തൊട്ടിട്ട് തക്കാളി പറഞ്ഞു. ഇത് കണ്ടുപിടിച്ചു പെട്ടെന്ന്. ശരി, 4 ഐറ്റം. വഴുതിരിങ്ങ ചെറുത്തെടുത്തത്. വഴുതിരിങ്ങ എങ്ങനെ ഉണ്ടാവില്ല? ഇതൊരു വഴുക്കണുണ്ട്. വഴുതിരിങ്ങയാണിത്. അല്ല വഴുതിരിങ്ങ എനിക്ക് അറിയില്ലേ. അതിൽ കുരു ഉണ്ടാവും, ഒരു തടസ്സം ഉണ്ടാവും. ഇത് വെറും പ്ലെയിൻ ആണ്. ഇതാ നോക്കാം. മണത്തത് കിട്ടില്ല, അത് ടാസ്ക്കാണ്. അതെ, ഇത് മാങ്ങന്റെ ഒരു മണം വരുന്ന പോലെ ഉണ്ട്, ഇല്ലാത്ത പോലെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇതിന് മണം കിട്ടാണ്ടിരിക്കാൻ കാരണം എല്ലാ ഫ്രൂട്ട്സും കൂടെ ഇട്ട കാരണമുണ്ട്. ടച്ചപ്പായി, അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പൊ ഇത് മാങ്ങന്റെ ഒരു ചെറിയൊരു മണം വരുന്നുണ്ട്, പക്ഷെ മാങ്ങയാണോ എന്താണെന്ന് വ്യക്തമായി പറയണം, അല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. മത്തനില്ലേ, മത്തന്റെ മണവും മാങ്ങന്റെ രണ്ടും കൂടി ഒരു വഴുതിരിങ്ങന്റെ പോലത്തെ. വഴുതിരിങ്ങല്ല, മത്തനില്ലേ, ചുവന്ന മത്തനില്ലേ, നമ്മൾ മത്തൻ എരിശ്ശേരി വെക്കുന്ന ആ മധുരമുള്ള മത്തന്റെയും അതിന്റെ ഒരു മണം വരുന്നു. നിങ്ങൾ തിന്നാണോ? ഇഡിയറ്റ്. അതെ, ഇപ്പൊ ശരി, ഞാനിപ്പോ പറയട്ടെ. അല്ലല്ല, മത്തന്റെ മണം വരുന്നുണ്ട്, പക്ഷെ മത്തന്റെ ഇങ്ങനെ വഴുവഴുപ്പ് ഉണ്ടാവില്ല, അത് കല്ല് പോലെ ഉണ്ടാവും. അപ്പൊ ഇത് മാങ്ങയാണ് കേട്ടാ. മാങ്ങാന്ന് വിചാരിക്കണു. മാങ്ങയാണോ അറിയില്ല, എനിക്ക് മത്തന്റെ ഒരു സാമ്പിൾ നോക്കിക്കോളൂ. സാമ്പിൾ നോക്കൂ. ഇനി ശരി, അടുത്ത് 2 ഐറ്റംസ്, 3 ഐറ്റം. ഇത് സിമ്പിൾ ആണ്, എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റും. വളരെ ചെറുതാണ്. ആ വെള്ളം വരുന്നുണ്ട്. നാരങ്ങ, ചെറുനാരങ്ങ അല്ലേ? നോക്കിയപ്പോഴാണ് എന്താ വെച്ചാൽ തക്കാളി അമർത്തി നോക്കിയപ്പോ വെള്ളം വന്നപ്പോ അത് ഇത്തിരി വലുതായിരുന്നു, ഇത് ചെറുതായിരുന്നു. ആ കുരുവും കൂടി വലിയ കുരുവാണ്. ചെറുനാരങ്ങ. ശരി, 2 ഐറ്റം. സിമ്പിളാണ്, രണ്ടും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് മണത്താ കിട്ടുന്നില്ലേ? ശരി കേട്ടാ, മണത്താ കിട്ടുന്നുണ്ട്. തേങ്ങയിൽ കിട്ടി, ഇനി മണത്താ കിട്ടില്ല ഉറപ്പ്. ഇനി ഒരു ഐറ്റം ഉണ്ട്. അതല്ല അത് സോറി, അത് 2 ഉണ്ടായിരുന്നു അതിൽ. ഇനി ലാസ്റ്റ്, അത് മണത്താ കിട്ടില്ല. അതിന്റെ കൂടെയൊക്കെ ഇപ്പൊ എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്. ഭാഗ്യം. കിട്ടിയാ? കിട്ടി. എന്താ വെച്ച സംഭവം എന്നറിയോ? ഇതിന് മേലെ ഈ സാധനം പൊട്ടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് പച്ചമുളകല്ലേ. അതെ, ഇത് ശരിക്കും പച്ചമുളക്. ശരി, പച്ചമുളകിന്റെ അതിന്റെ തൊട്ടാലൊക്കെ അറിയാം. ഇനി കണ്ണു തുറന്നോ, ഇനി കുഴപ്പമില്ല. പച്ചമുളകില് തൊട്ടാ മനസ്സിലാവും. ഞെട്ടി, അത് സ്ഥിരം അവർ യൂസ് ചെയ്യുന്ന, കിച്ചണിൽ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് അത് പെട്ടെന്ന് മനസ്സിലായി. പച്ചമുളക് കണ്ടുപിടിച്ചു, ചെറിയുള്ളി സൂപ്പറായി കണ്ടുപിടിച്ചു. അത് സ്മെല് ചെയ്താൽ കിട്ടും. തേങ്ങ കണ്ടുപിടിച്ചു, ഫ്രണ്ട്സ് കൊയ്യൊക്കെ കണ്ടുപിടിച്ചു,
പിന്നെ ചെറുനാരങ്ങ കണ്ടുപിടിച്ചു, തണ്ണിമത്തൻ, തേങ്ങ തേങ്ങ ഇട്ടോ തേങ്ങയിലുള്ള അപ്പൊ 2 4 തണ്ണിമത്തൻ 2 ഐറ്റം 8 ഐറ്റം കണ്ടുപിടിച്ചു. 2 ഐറ്റം ഫെയിൽഡ് ആയി പറഞ്ഞു. ശരി, കുഴപ്പമില്ല, ഫ്രൈഡ് ചിക്കൻ അല്ലേ, എനിക്കും കൂടി കഴിക്കാമല്ലോ. ഒരെണ്ണം തന്നാൽ മതി, എന്തായാലും മേടിക്കുമ്പോൾ 5-6 ഉണ്ടാവുമായിരിക്കും, അതിൽ ഒരെണ്ണം തന്നാൽ മതി, അത് നിങ്ങൾ കഴിച്ചോ. ഓക്കെ, അപ്പം ഇനി നമ്മൾ അടുത്തത് ഫ്രൈഡ് ചിക്കൻ മേടിക്കാൻ പോകണം കേട്ടോ. റെഡി അല്ലേ? ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ, നമുക്ക് മേടിക്കാൻ പോവാം. അപ്പൊ ഫ്രണ്ട്സ്, ടാസ്കിൽ ജയിച്ചല്ലോ. അപ്പൊ എനിക്ക് ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചു തരാമെന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങള് ഷോപ്പിൽ വന്നു, ഓർഡർ ചെയ്തിട്ട് ചേട്ടൻ മേടിച്ചിട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് കാണിച്ചു തരാം കേട്ടാ. അപ്പൊ ഫ്രണ്ട്സ്, എന്റെ ഫ്രൈഡ് ചിക്കൻ ചൂടോട് കൂടി കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഇനി ഇതുപോലെ ടാസ്ക് വെക്കുക, ഞാനായിരിക്കും വിജയിക്കുന്നത്. ഇനി അടുത്ത ടാസ്ക് ഞാനില്ല. അടുത്ത ടാസ്ക് ഞാൻ കറക്റ്റ് നോക്കിയിട്ട് കണ്ണിങ് ആയിട്ട് ടാസ്ക് ഞാൻ കൊടുക്കും. അതായത് ഹെവി ആയിട്ട് തരുമായിരിക്കും, അതായത് സിമ്പിൾ അല്ലാതെ ഹെവി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടാസ്ക്. എന്തായെങ്കിലും ഞാൻ ഇതിൽ വിജയിച്ചു. ഇത് പൊട്ടാറ്റോ ചിപ്സ് ആണ്. ഇത് അതിൻ്റെ കൂടെ ഇൻക്ലൂഡിങ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗുബൂസ് കിട്ടിയിട്ടുണ്ട് 3 ഗുബൂസ്, പിന്നെ 3 മയണൈസിന്റെ പാക്ക്, ദെൻ ടൊമാറ്റോ കെച്ചപ്പിന്റെ 3 പാക്ക് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടിയത്. നല്ല ക്വാണ്ടിറ്റിയാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി, ഇഷ്ടം. അപ്പം നെക്സ്റ്റ് ടാസ്ക് വരുന്നതായിരിക്കും. അതും ഇതേപോലെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും അങ്ങനെ കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇനി അധികം ഒന്നും പറയാനില്ല. എല്ലാവർക്കും ബൈ. See you, bye. Bye.